മിന്നും താരം. വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം. മിന്നും താരം. നമസ്കാരം. റേഡിയോ ഫോർ യു 89.6 FM മിന്നും താരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ മിന്നും താരത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് സിനിമാ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീജിത്ത് പലേരിയാണ്. സർ, സ്വാഗതം. നമസ്കാരം. സർ, സാറിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം ഏതായിരുന്നു? 1993 ദൂരദർശന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമായിരുന്നു ആദ്യമായിട്ട് സംവിധാനം ചെയ്തത്. ഹംസഗീതം എന്നായിരുന്നു ഇതിന്റെ പേര്. അതിനുശേഷം നിരവധി വർക്കുകളിൽ അസോസിയേറ്റ് ആയിട്ടും സംവിധാന രംഗത്ത് ആദ്യമായിട്ട് വന്നു എന്ന് പറയുന്നത് ഈ 93 ചെയ്ത ഹംസഗീതമാണ്. 2000 മുതൽ പൂർണ്ണമായിട്ടും സംവിധാന രംഗത്തേക്ക് കടന്നു. ഇപ്പോൾ ഏകദേശം 30 വർഷമായില്ലേ ഈ രംഗത്ത്? തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം മലബാറിന്റെ ഇങ്ങേയറ്റത്ത് തന്ന് ഈ പറയും പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത കാലത്ത് നിന്ന് ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ വിരലമർത്തിയാൽ നമുക്ക് ആരെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അന്ന് നമുക്ക് ഇതുപോലൊരു ഇൻഡസ്ട്രിയിൽ വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരാളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ കത്ത് മുഖാന്തരം അങ്ങനെയുള്ള വഴികളേ ഉള്ളൂ. എന്നാലും ഡയറക്റ്റ് നമുക്ക് അതിനൊരു മറുപടി പോലും കിട്ടാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നോക്കുമ്പോൾ ആ കാലത്ത് എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ വലിയ പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കാൻ കഴിഞ്ഞ തന്നെ വലിയൊരു കാര്യമാണ്. ഇത്രയും വർഷത്തെ പ്രവർത്തനത്തില് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു പ്രോഗ്രാം, സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ, ഏതായിരിക്കും? എല്ലാ വർക്കുകളിലും അതിൻ്റെതായ സംതൃപ്തിയുണ്ട്. എങ്കിലും അഗ്നിസാക്ഷി എന്ന് പറയുന്ന പരമ്പരയാണ് എനിക്ക് ഒരു വെല്ലുവിളിയും അതുപോലെ തന്നെ ഒരു സന്തോഷവും തോന്നി. കാരണം ലളിതാംബിക അന്തർജനത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് അഗ്നിസാക്ഷി. അപ്പോൾ അത് പരമ്പരയാക്കി മാറ്റിയപ്പോഴുണ്ടായ ഒരുപാട് വെല്ലുവിളി. ഓൾറെഡി ഒരു സിനിമ വന്ന സബ്ജക്റ്റാണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിലെ കഥാപാത്രങ്ങളെ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. സാറിന്റെ 2 സിനിമയായിരുന്നല്ലോ, മണിച്ചേട്ടനും ഒന്നിച്ചുള്ള MLA മണി, 10ാം ക്ലാസ്സും കുസ്തിയും, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നിങ്ങനെ. എങ്ങനെയുണ്ടായിരുന്നു മണിച്ചേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ്? മണിയായിട്ട് എനിക്ക് വളരെ മുമ്പേ തന്നെ സൗഹൃദം ഉണ്ടായിരുന്നു. കാരണം മണി ആദ്യം ചെയ്ത വിനോദശാല എന്ന് പറഞ്ഞ സീരിയൽ 93-95 കാലത്തിലാണ് പുള്ളി ആ സീരിയൽ അഭിനയിച്ചത്. GS വിജയൻ സാറാണ് അതിന്റെ സംവിധായകൻ. അതിലെ മണി ഒരു പ്രധാന ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന അതേ സ്റ്റുഡിയോയിലാണ് മണിയും അന്ന് ഡബ് ചെയ്യാനൊക്കെ വന്നിരുന്നത്. അതിനടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് പോലെ മണിയായിട്ട് സൗഹൃദങ്ങളുണ്ട്. അത് പിന്നീട് ഒരു സിനിമയിലേക്ക് എത്തി. അത് തീർച്ചയായിട്ടും വളരെ അടുത്ത് പരിചയമുള്ള, ഇപ്പോൾ അറിയാലോ, താരങ്ങളിലേക്ക് ഒരു സംവിധായകൻ എത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അത് അന്നും അതെ ഇന്നും അതെ. ഒരു താരം അത് അഡ്മിറ്റ് ചെയ്യുക, ഒരു കഥ എടുക്കുക എന്നുള്ളതൊക്കെ വലിയ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ നടക്കുന്ന ഒരു കാര്യമുള്ളൂ. സിനിമ സംഭവിക്കുക എന്നുള്ളത്. മണിയായിട്ടുള്ള സൗഹൃദം തീർച്ചയായിട്ടും എൻ്റെ സിനിമാ ജീവിതത്തേക്കുള്ള സംവിധാനം എന്ന രീതിയിലുള്ള കാൽവെപ്പിന് വലിയ സഹായം ഉണ്ടായ ഒരു കാര്യമാണ്. ഈ 2 സിനിമയും പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഒരു വലിയ തിയേറ്റർ ഹിറ്റുകളൊന്നും ആയിരുന്നില്ല സിനിമ. അതിനുശേഷം അത് ചാനലുകളിൽ വരുമ്പോൾ ആളുകൾ വലിയ സ്വീകാര്യതയോടെയാണ് ആ സിനിമകൾ എടുത്തത്. 2 സിനിമകളും പ്രധാനപ്പെട്ട ചാനലുകൾ ഇന്നും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും തിയേറ്ററിൽ വന്നതിനേക്കാൾ ഉപരിയായിട്ട് ടെലിവിഷനിലൂടെയാണ് പ്രേക്ഷകർ ആ സിനിമകൾ കൂടുതൽ ആസ്വദിച്ചെന്ന് തോന്നുന്നു. അതിന്റെ ഒരുപാട് ഫീഡ്ബാക്കുകളും കിട്ടിയിട്ടുണ്ട്. ഇത്തരം കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരം സിനിമകൾ ഇനിയും സാറിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും സിനിമ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒരു സംവിധായകൻ എന്ന രീതിയിൽ അയാളുടെ പൂർണ്ണത എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴാണ്. സീരിയൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് നമ്മളിപ്പോൾ സിനിമയെക്കാളും ഓഡിയൻസ് സീരിയലിനുണ്ട്. പലപ്പോഴും ഒരു സീരിയലിന്റെ TRP റേറ്റിംഗ് നമ്മൾ നോക്കിയാൽ ഒരു സിനിമക്ക് വരുന്ന TRP ചിലപ്പോൾ 3 പോയിന്റോ 4 പോയിന്റോ ഒക്കെ ആയിരിക്കും. ഇന്നത്തെ ഏറ്റവും ടോപ്പ് സീരിയലിന് 12-14 പോയിന്റ് വരെ TRP എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ളതാണ്. രണ്ട് പ്രേക്ഷകരാണ്. എങ്കിൽ കൂടിയും സീരിയലിന് ആണ് കൂടുതൽ പ്രേക്ഷകർ പലപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. സിനിമയിൽ ചില സിനിമകൾക്ക് ആളുകളുണ്ടാവും, ചില സിനിമകൾക്ക് ആളില്ല എന്നുള്ളതാണ്. അങ്ങനെ സീരിയലിന് മൊത്തത്തിലൊരു വ്യൂവർഷിപ്പ് നിലനിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ സാറിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് TVയിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ ആണ് മാംഗല്യം തന്തു നാനേന എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സീരിയലിലെ നായകനും നായികയും പുതുമുഖമല്ലേ? ഇത്തരം പുതുമുഖങ്ങളെ കൊണ്ട് സീരിയൽ രംഗത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വെല്ലുവിളിയാണോ? പുതുമുഖം എന്ന് പറയാൻ പറ്റില്ല. അവർ തമിഴിലെ പ്രശസ്തമായ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ അവരുടെ സംഭാഷണ ശൈലികളൊക്കെ ഈ തമിഴ് ചെയ്ത് വന്ന ആളുകളാകുമ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. മലയാളത്തിന്റെ രീതികളിലേക്ക് പൊരുത്തപ്പെടാൻ. കാരണം അവിടുത്തെ ഒരു രീതി വെച്ചാൽ പലപ്പോഴും സിനിമകളായാലും സീരിയലുകളൊക്കെ ഈ നടന്മാരിൽ ചിലൊരു അതിഭാവകത്വം ഉണ്ടാവാറുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാലോ. അത് നമ്മൾ മലയാളത്തിലാകുമ്പോൾ കുറച്ചുകൂടി നാച്ചുറാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രശ്നം അതാണ്. തുടക്കത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊക്കെ എല്ലാം പൊരുത്തപ്പെട്ടു പോയി കഴിഞ്ഞു. സീരിയലിന്റെ ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെഡേക്ക് അന്ന് കേട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഫാമിലി ലൈഫും ഇത്രത്തോളം സക്സസ് ആയിട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? രണ്ടും ഒരേപോലെ ആസ്വദിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും അതിനോടൊരു ഒരു നീതി പുലർത്താൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ 7 മണി മുതൽ രാത്രി 9:30 വരെയാണ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ. ഒരു മാസത്തിൽ 15 ദിവസം നമ്മുടെ ഈ സീരിയലിന്റെ ഷെഡ്യൂളുണ്ട്. 30 എപ്പിസോഡോളം 15 ദിവസം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും വളരെയധികം ടെൻഷൻ നിറഞ്ഞ കാര്യമാണ്. കാരണം നമ്മൾ ഏകദേശം 150ഓളം സീനുകൾ ഒരു ഷെഡ്യൂളിൽ ചാർട്ട് ചെയ്ത് അത്രയും സീനുകൾ
മനസ്സിൽ കൊണ്ട് നടന്ന് വേണം ഈ സീരിയലിൽ നമ്മൾ ഈ 15 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂടെ സ്വാഭാവികമാണ് കുടുംബം എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ ഒരിക്കലും അത് വിട്ടുമാറി ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതും ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നത്. ഒരു സെറ്റിന്റെ വിശേഷങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു അനുഭവം എന്തായിരിക്കും? എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സെറ്റ് എന്ന് പറയുന്നത് എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ മനോരമയിൽ ചെയ്തൊരു സീരിയലിന്റെ സെറ്റാണ്. കാരണം അതിൽ വളരെ പ്രശസ്തരായ യദുകൃഷ്ണൻ, സാജൻ സൂര്യ, രാജീവ് പരമേശ്വരൻ, ശരൺ, അങ്ങനെ 4 നായകന്മാരും 4 നായികമാരായിരുന്നു. അമ്പിളി ദേവി അടക്കമുള്ള നായികമാരുള്ള ഒരു പരമ്പരയായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും വളരെ സൗഹൃദമുള്ള, നമ്മൾ ഏകദേശം എല്ലാം ഒരു ഏജ് ഗ്രൂപ്പുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സെറ്റായിരുന്നു അത്. ഷൂട്ടിങ്ങിന്റെ ഒരു ഹെഡേക്കും അവിടെ ഇല്ല. ആരെങ്കിലും ഒരാളൊരു തമാശയെങ്കിലും ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും ആ സെറ്റ് മുന്നോട്ട് പോകുന്നത്. വളരെ ആസ്വാദകരമായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കായിരുന്നു എൻ്റെ പെണ്ണ് എന്ന് പറയുന്നത്. ഇപ്പോൾ സീരിയലിനകത്തൊക്കെ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് നായകനെയും നായികേനെയും മാറ്റും. ചിലപ്പോൾ മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവും. ഇത് TRPനെ ബാധിക്കാറുണ്ടോ? ഇപ്പോൾ സാർ കുറച്ചു മുന്നേ പറഞ്ഞു എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ സീരിയൽ, അതിനകത്ത് തന്നെ നായികയായ ദിവ്യനെ മാറ്റിയിട്ടാണല്ലോ അടുത്ത നായിക വന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ TRP നമുക്ക് കോമ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഈ പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ അല്ല പ്രേക്ഷകർ കാണുന്നു. തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവും, പക്ഷെ ഒരു കുറച്ച് എപ്പിസോഡുകൾ കഴിയുമ്പോൾ ആ കഥാപാത്രമാണ് അവരെ മനസ്സിലേക്ക് എത്തുന്നത്. ഇന്നൊരാൾ ചെയ്യുന്ന കഥാപാത്രം അയാൾ തന്നെ ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയാളെക്കാളും നന്നായിട്ട് ആ കഥാപാത്രത്തെ ഫലിപ്പിക്കാൻ അടുത്ത ആൾക്ക് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ആ കഥയുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മളിപ്പോൾ അടുക്കളയിൽ നിന്നും കേൾക്കുന്നത് ചിലപ്പോൾ ആ ഡബിങ് വോയിസ് ആയിരിക്കും പലപ്പോഴും. ഈ സീരിയൽ എന്ന് പറയുന്നത് ചിലപ്പോൾ കാണുക മാത്രമല്ല കേട്ടുകൂടി ആസ്വദിക്കുന്ന തരത്തിലേക്കാണ് സീരിയലിന്റെ ഒരു മേക്കിംഗ് ലെവൽ പലപ്പോഴും പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിൽ വരുന്ന ആർട്ടിസ്റ്റുകൾ പ്രേക്ഷകർ മനസ്സിലുണ്ടാവും, ഇല്ല എന്നല്ല പറഞ്ഞു. പക്ഷെ മാറിയത് കൊണ്ട് സീരിയലിന് TRPയിൽ ഒരു മാറ്റമില്ല. കാരണം ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിലെ നായിക മാറി, പുതിയ നായിക വന്നു. പുതിയ നായിക വന്നപ്പോഴാണ് TRP കൂടിയത്. സിനിമ സീരിയൽ രംഗത്തേക്ക് വന്നതിന് ശേഷം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ലേ? അതിൽ ഏറ്റവും സന്തോഷം ഏത് പുരസ്കാരം ലഭിച്ചപ്പോഴായിരുന്നു? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ തന്നെയാണ്. കാരണം ഗവൺമെന്റ് എന്ന് പറയുന്ന ജനങ്ങൾ ആണല്ലോ. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു പുരസ്കാരമാണ് ഏറ്റവും സന്തോഷം നൽകുന്നത്. മറ്റു പുരസ്കാരങ്ങളും സന്തോഷം നൽകുന്നില്ല എന്നല്ല. അപ്പോൾ കേരള സ്റ്റേറ്റ് പുരസ്കാരമാണ് ഏറ്റവും സന്തോഷം നൽകിയത്. സിനിമ അല്ലെങ്കിൽ സീരിയൽ രംഗത്തു നിന്ന് മാറി ടെലിവിഷൻ അല്ലെങ്കിൽ ടെലിഫിലിമിലേക്ക് വരുമ്പോൾ ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞൊരു മേഖല തന്നെയാണല്ലോ അത്. അപ്പോൾ എങ്ങനെയാണ് ടെലിഫിലിമിലേക്ക് എത്തിച്ചേർന്നത്? ആദ്യകാലഘട്ടത്തിലാണ് ഞാൻ ടെലിഫിലിമുകൾ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ വീണ്ടും ഷോർട്ട് ഫിലിമിന്റെ കാലം കുറെ കാലത്തിന് ശേഷമാണ് വീണ്ടും വന്നത്. ഈ ടെലിഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അന്ന് ടെലിഫിലിമിന് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ദൂരദർശൻ പോലെയുള്ള ചാനലുകൾ ടെലിഫിലിമിന് സ്ലോട്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ കൈരളിയും അതുപോലെ ചാനലൊക്കെ ടെലിഫിലിം ആദ്യം സംപ്രേഷണം ചെയ്യുന്നത്. ഇന്ന് ഒരു ചാനലുകളും ടെലിഫിലിം സംപ്രേഷണം ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ യൂട്യൂബ് പോലുള്ള ഇതിലാണ് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ വരുന്നത്. ടെലിഫിലിമിലേക്ക് പ്രധാനപ്പെട്ട ആദ്യകാലത്ത് കടക്കാനുള്ള കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ ബഡ്ജറ്റായിട്ട് ഒരു നിർമ്മാതാവ് കടന്നു വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ് ടെലിഫിലിം എന്ന് പറയുന്ന സംഭവം. പ്രത്യേക ക്രേസ് കൊണ്ടൊന്നുമല്ല, നമ്മളൊരു സംവിധാന മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇപ്പോൾ തന്നെ പലരും നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തുകൂടെ ചോദിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇന്ന് മനോഹരമായ ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം നമ്മൾ പോലും ചിന്തിക്കാത്ത തലത്തിലേക്ക് പുതിയ തലമുറ പുതിയ കണ്ടന്റുകളായിട്ട് വരുന്നുണ്ട്. കാരണം FFKയുടെ ഭാരവാഹി തനിക്കുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ് തന്നെ അടുത്ത വർഷം ആദ്യം അക്കാദമിയായിട്ട് സഹകരിച്ച് നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പല ഇതിലും ജൂറിയായിരുന്നപ്പം പല ഷോർട്ട് ഫിലിമുകളും കണ്ടപ്പോൾ വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള കണ്ടന്റുകളായിട്ടാണ് ഇന്നത്തെ തലമുറ വരുന്നത്. ഇനി എന്തെങ്കിലും മനസ്സിലുണ്ടോ പുതിയ പ്രൊജക്ടുകൾ? 1-2 സിനിമാ പ്രോജക്റ്റുകൾ അതിൻ്റെ സബ്ജക്റ്റുകളുണ്ട്. 1-2 ആർട്ടിസ്റ്റുകളായിട്ട് ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ചർച്ചകൾ നടന്നു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ 2 സീരിയലൊക്കെ ഒരുമിച്ച് വരുമ്പോൾ തമാശയായിട്ട് ചോദിക്കുന്നതാണ്, സാറിന് വീട്ടിൽ കയറാൻ സമയം കിട്ടാറുണ്ടോ? അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ മംഗലം തന്തുരാനെ എൻ്റെ തുടക്ക സമയത്ത് ഞാൻ മനോരമയിലെ എന്നും സംഭവം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് 10 ദിവസം അത് പോകും, ഇത് 15 ദിവസം പോകും, പിന്നെ 5 ദിവസമാണ് ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഈ 5 ദിവസം വീട്ടിൽ കയറും. ഒട്ടുമിക്ക സീരിയലുകളുടെയും സെറ്റ് തിരുവനന്തപുരത്താണ്. സാർ താമസിക്കുന്ന കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ ഈ യാത്രകളൊക്കെ എങ്ങനെയാണ്? സന്തോഷം തരുന്നതാണോ അതോ ശരിക്കും മടുപ്പുളവാക്കുന്നതാണോ? ആസ്വദിക്കാൻ പറ്റിയ തലത്തിലുള്ള യാത്രകൾ ട്രിവാൻഡ്രം നാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവില്ല. കാരണം നമ്മുടെ വൈകിട്ട് ഇവിടുന്ന് കയറുന്ന ട്രെയിനിൽ കയറി കിടന്നുറങ്ങിയാൽ രാവിലെ ഇവിടുത്തെ ഉണർന്നു കഴിഞ്ഞു. അപ്പോൾ ഉറക്കത്തിനാണ് പരമാവധി യാത്രകൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് കലാരംഗത്തേക്ക് എത്തിയത്? മുമ്പേ ഈ കലാപ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും സിനിമ കാണാൻ പോകും. ഞങ്ങൾ അച്ഛൻ്റെ സൈക്കിള് സ്ഥിരം ചെറുവത്തൂർ പാക്കനാറാണ് നമ്മുടെ സിനിമ കാണുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. അന്ന് ജയൻ്റെ സിനിമകളൊക്കെ വന്നാൽ എന്തായാലും പോയി കണ്ടിരിക്കും. അങ്ങനെ അച്ഛനിലൂടെയാണ് ഈ സിനിമയും അതുപോലെ ഈ പൂമ്പാറ്റയൊക്കെയാണ് അന്നത്തെ ചിത്രകഥ പുസ്തകങ്ങൾ, അമർ ചിത്രകഥകളൊക്കെ നിരന്തരമായിട്ട് അച്ഛൻ വാങ്ങിത്തരും. അച്ഛൻ ലോട്ടറി ഏജന്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു ട്രിപ്പ് കാസർഗോഡൊക്കെ പോയി വരുന്ന വഴിയിൽ ഇതുപോലെയുള്ള ചിത്രകഥകൾ സ്ഥിരമായിട്ട് തരുമായിരുന്നു. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. ഒരു കൂട്ടം ഓർമ്മകൾ എന്ന് പറഞ്ഞ ജി ശങ്കരപ്പിള്ളയുടെ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു കലാപ്രവർത്തനം തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അഭിനയ രംഗത്തേക്ക് സാറിനെ ഉടനെ പ്രതീക്ഷിക്കാമോ? ഇല്ല, അഭിനയ രംഗത്തേക്കുള്ള ഒരു ചുവടുവെപ്പ് തൽക്കാലം ആലോചിക്കുന്നില്ല. കാരണം ക്യാമറയുടെ പിന്നിൽ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്.
അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണല്ലോ സാറിന്റെ സിനിമാ രംഗത്തേക്കുള്ള തുടക്കം. അതിനുശേഷമുള്ള ഡയറക്ടറിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും നിരവധി വർക്കുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് പ്രധാനമായിട്ട് നമ്മൾ പാഠം ഉൾക്കൊണ്ടത്. പിന്നെ കേരള ഫിലിം അക്കാദമി എന്ന് പറയുന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തോളം ഈ ഫിലിം ഡയറക്ഷൻ കോഴ്സ് പഠിച്ചിരുന്നു. അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഗുരുസ്ഥാനരായ പലരെയും കണ്ട് മുട്ടുകയും അവരുടെ വർക്കുകളിൽ സഹകരിക്കുകയും ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത്. തീർച്ചയായിട്ടും അനുഭവങ്ങൾ എന്ന് പറയുന്നത് വർക്ക് ചെയ്ത് വരുമ്പോഴാണ്, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്, അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചുകൊണ്ടല്ല. അപ്പം ഈ പറയുന്ന പ്രഗത്ഭരുടെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് കിട്ടിയ പാഠങ്ങൾ വെച്ചാണ് നമ്മളൊരു സംവിധായകനിലേക്ക് മാറിയത്. ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് സീരിയലിൽ വരുന്നുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ഒന്ന് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഒരു അവസ്ഥയും മാനസികാവസ്ഥയും സമൂഹത്തിന്റെ അവസ്ഥയും പരമാവധി വിമർശിക്കുക എന്നുള്ളതാണ് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സീരിയലിനെ ആളുകൾ പറയുന്നത് എന്ന് വെച്ചാൽ സീരിയലിന് സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഉപാധിയാണ് എന്ന തലത്തിലാണ് പറയുന്നത്. അമ്മായിയമ്മ പോര് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ സീരിയലിന്റെ രീതികളൊക്കെ ആ രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സീരിയലിൽ ആളുകളെ വഴിതെറ്റിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രൊപ്പഗണ്ട. അപ്പോൾ അത് നമ്മൾ പരമാവധി നോക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള 50 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് കൂടുതലും സീരിയലുകൾ കാണുന്നത്. അവരെന്ത് സാമൂഹ്യ ദ്രോഹമാണ് ഇനി ഈ കാലം കഴിഞ്ഞിട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളെ പ്രേക്ഷകരെന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന അമ്മമാരും അമ്മമ്മമാരും അങ്ങനെയുള്ള ആളുകളാണ് സീരിയൽ കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പം അല്ലാത്തവരും കാണുന്നുണ്ട്, അത് വേറെ വിഷയം. അതുകൊണ്ടാണ് ഈ TRP കൂടുന്നത്. അപ്പം ഇത്തരം ആളുകൾ അവരുടെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് അവർ വീട്ടിലിരിക്കുമ്പോൾ കാണുന്നു. പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിച്ചാൽ തന്നെ എല്ലാവരും സാമൂഹ്യ ദ്രോഹികളായി മാറണം. എല്ലാവരും നെഗറ്റീവ് വാർത്തകളാണ് കൂടുതലും ദൈനംദിനമായിട്ട് TV-യിലും പത്രത്തിലും ഒക്കെ വരുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് നന്മയെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അങ്ങനെയാണ് ഗാന്ധി സിനിമ കാണിച്ചു കഴിഞ്ഞാൽ ഈ നാട് മൊത്തം നന്നാവേണ്ടിയിരുന്നു. അതുപോലെ തന്നെ ചില ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സീരിയലില് നെഗറ്റീവ് കഥാപാത്രം ചെയ്തിട്ട് അത് പ്രേക്ഷകർ ഉള്ളിലോട്ട് എടുക്കുകയും പിന്നീട് കാണുമ്പോൾ അവരെ ആക്രമിക്കാൻ ചെല്ലുന്നു. അതുപോലെ എന്തെങ്കിലും ഡയറക്റ്റ് അറ്റാക്സ് ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ ആർക്കും അറിയില്ല. അതൊരു വലിയ സുഖമുള്ള കാര്യമാണ്, അല്ലേ? നമ്മുടെ മുഖം എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മളിപ്പം കുറച്ച് പൊതുപരിപാടികളൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മുടെ ജില്ലയിലെ ആളുകൾക്ക് നമ്മുടെ മുഖം സുപരിചിതമാണെങ്കിൽ പോലും മറ്റുള്ളവർ സംവിധായകൻ എന്നുള്ള ഒരു പേര് മാത്രമാണ്. പേര് പറയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ആർട്ടിസ്റ്റുകൾ നിരന്തരമായിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് എല്ലാ ദിവസവും അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അവരെ ആ വില്ലത്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അടി അവർക്ക് കിട്ടുന്നുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം സീരിയലുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി. അതിൽ പ്രധാനപ്പെട്ടത് ഓട്ടോഗ്രാഫ് അല്ലെങ്കിൽ മൈ ഡിയർ കുട്ടി ചാത്തൻ പോലുള്ള സീരിയലുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത്തരം സീരിയലുകൾ ഇന്ന് ടെലിവിഷനിൽ ഇല്ല. അപ്പോൾ സാറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സീരിയൽ പ്രതീക്ഷിക്കാമോ? ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഇന്നിപ്പോ ചാനലുകളാണ് തീരുമാനിക്കുന്നത് ഏത് സബ്ജക്ട് എടുക്കണം. ഒരു സംവിധായകൻ അതിന് രണ്ടാമത്തെ ഭാഗമാണ്. ഞാൻ ഏത് സബ്ജക്ട് എടുക്കണമെന്ന് ഞാൻ പോലും തീരുമാനിക്കണം, ചിലപ്പോൾ ചാനലായിരിക്കും തീരുമാനിക്കുന്നത്. ചാനൽ ഒരു പ്രപ്പോസൽ തരുമ്പോൾ നമുക്കത് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പക്ഷേ എങ്കിൽ പോലും ഏത് ഡിസിഷനും വരുന്നത് ഇപ്പോൾ ചാനലിൽ നിന്നാണ്. ഈ കാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലും തീരുമാനിക്കുന്നത് ചാനലുകളായി മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കുട്ടികൾക്കായിട്ടുള്ള സീരിയലും പിന്നെ കടമറ്റത്ത് കത്തനാർ പോലെയുള്ള ഹൊറർ സീരിയലൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ജോണറുള്ള സബ്ജക്റ്റുകളും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം ഞാൻ ചെയ്ത പരമ്പരകളെല്ലാം എടുത്തു നോക്കിയാൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഓരോന്നും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു കാലത്ത് പറയുന്നത് നായികമാർക്കാണല്ലോ പ്രാധാന്യം സീരിയലിൽ. പക്ഷെ എൻ്റെ പെണ്ണ് നേരെ തിരിച്ചായിരുന്നു, നായകന്മാർക്കായിരുന്നു പ്രാധാന്യം. അങ്ങനെ ഒരു പരീക്ഷണം നടത്തുമ്പോൾ അന്ന് ചാനൽ പോലും തർക്കം പറഞ്ഞാണ്, അയ്യോ ഇത് ജനങ്ങൾ എടുക്കുമോ, കാരണം സ്ത്രീകളല്ലേ കാണുന്നത്. പക്ഷെ ആ സീരിയൽ ജനങ്ങൾ എടുത്തിരുന്നു. അപ്പം ജനങ്ങളെ എല്ലാ ജോണറും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ചില സോക്കോൾഡ് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം പല ജോണറുകളിലേക്കും ചാനലുകൾ മുൻകൈ എടുത്ത് വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. റേഡിയോ ഫോർ യു 89.6 FM-ന്റെ മിന്നും താരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയത് നിരവധി സിനിമ സീരിയൽ സംവിധാനം നിർവഹിച്ച ശ്രീജിത്ത് പലേരിയാണ്. സർ, നന്ദി. നന്ദി. മിന്നും താരം. വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം. മിന്നും താരം.